അത്യുഷ്ണത്തിൻ്റെ കാലത്ത് കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ നടക്കുന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ വിശേഷങ്ങളുമായി വോട്ട് വർത്തമാനത്തിലേക്ക് സ്വാഗതം. എം കെ രാഘവനിൽ നിന്നും ഇത്തവണ സീറ്റ് പിടിച്ചെടുക്കാൻ തന്നെയാണ് MLA കൂടിയായ A. പ്രദീപ് കുമാറിനെ CPM കോഴിക്കോട് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. രാഹുൽ ഗാന്ധിയുടെ വയനാടൻ മത്സരത്തിൻ്റെ പ്രഭാവമുള്ള കാറ്റ് ഇത്തവണ കോഴിക്കോട്ടേക്ക് വീശുമെന്നും അങ്ങനെ ഇത്തവണയും വിജയിച്ച് കയറാമെന്നുമുള്ള M. K. രാഘവൻ്റെ പ്രതീക്ഷകൾക്കാണ് ഒളിക്യാമറ വിവാദം തടസ്സമായിരിക്കുന്നത്. A. പ്രദീപ് കുമാറിൻ്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള CPMൻ്റെ പ്രചരണത്തെ ഇനി എങ്ങനെയാണ് UDF പ്രതിരോധിക്കുക എന്ന് കണ്ടറിയണം. ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ നേതാവിൻ്റെയോ സ്ഥിരം മണ്ഡലമായി മാറാൻ കോഴിക്കോട് ഒരിക്കലും തയ്യാറായിട്ടില്ല. ഈ ചരിത്രത്തോടൊപ്പം ഹോട്ടൽ ശൃംഖലയ്ക്ക് സ്ഥലമേറ്റെടുക്കാൻ കോടികൾ കമ്മീഷൻ ആവശ്യപ്പെട്ട ദൃശ്യങ്ങൾ പുറത്താവുക കൂടി ചെയ്തതോടെ M. K. രാഘവൻ വെട്ടിലായിരിക്കുകയാണ്. മലബാറിൽ UDFന്റെ ഉറച്ച പ്രതീക്ഷയാണ് സംഭവത്തോടെ ഇല്ലാതായതെന്ന് പറയാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിമറിഞ്ഞിരിക്കുന്നു. രാഹുൽ ഇഫക്റ്റിൽ ഇത്തവണ ജയിച്ചു കയറാമെന്ന പ്രതീക്ഷയ്ക്കാണ് മങ്ങലേറ്റത്. ഒളിക്യാമറ ദൃശ്യം പുറത്തായതിന് പിറ്റേ ദിവസം ആരോപണം നിഷേധിക്കാൻ DCC പ്രസിഡന്റ് T. സിദ്ദിഖിനോടൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തപ്പോൾ M. K. രാഘവൻ കരഞ്ഞ കരച്ചിൽ അടുത്തയിടെയൊന്നും കോഴിക്കോട്ടുകാർ മറക്കുമെന്ന് തോന്നുന്നില്ല. പോലീസിന് നൽകിയ മൊഴിയിൽ തന്റെ ശബ്ദം എഡിറ്റ് ചെയ്തതാണെന്നാണ് M. K. രാഘവൻ പറഞ്ഞിരിക്കുന്നത്. പണം തരാൻ താൻ ആവശ്യപ്പെടുകയോ പണം നൽകാനുള്ള വാഗ്ദാനം നൽകുകയോ ചെയ്തിട്ടില്ലെന്നും M. K. രാഘവൻ പറഞ്ഞു. M. K. രാഘവന്റെ ഭാഗത്തുനിന്നും പാളിച്ചയുണ്ടായിട്ടുണ്ടെന്നും രാഘവന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനുമാണ് KPCCയുടെ തീരുമാനം. അതിജീവനത്തിന്റെ അവസാനവട്ട സാധ്യതകൾക്കായി കാത്തിരിക്കുകയാണ് M. K. രാഘവൻ. ഇപ്പോൾ രണ്ടാം ഘട്ടം ഏറെക്കുറെ അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് എല്ലാ പ്രദേശത്തും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. UDFന് അനുകൂലമായ ഒരു ട്രെൻഡ് വേവ് ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കോഴിക്കോട്ടെ ഈ തെരഞ്ഞെടുപ്പ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും, യാതൊരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി നിലയ്ക്ക് എനിക്കെതിരെ എന്തെല്ലാം കൊണ്ടുവന്നു, എന്തെല്ലാം ചെയ്യാൻ നോക്കി, എന്തെല്ലാം ചതിപ്രയോഗങ്ങൾ, ഇതിൻ്റെ എല്ലാം മറുപടി മെയ് 29 LDFന് നിർബന്ധമായും കിട്ടിയിരിക്കും. UDF ജയിച്ചിരിക്കും. അല്ല, ഞാൻ എനിക്ക് കഴിയാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു. എനിക്ക് കിട്ടാവുന്ന കേന്ദ്ര പദ്ധതികളെല്ലാം ഞാൻ കോഴിക്കോട് കൊണ്ടുവന്നു. ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ. ആ കേന്ദ്ര പദ്ധതികളെല്ലാം ഇവിടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഇനി എന്താണ് വളരെ അടിയന്തരമായിട്ടുള്ള കാര്യങ്ങൾ അതാലോചിച്ച് അതിനുവേണ്ടി പോരാടും. പാഴായ 10 വർഷം എന്ന പേരിലാണ് LDF M. K. രാഘവനെതിരെ പ്രചരണം ആരംഭിച്ചത്. A. പ്രദീപ് കുമാർ MLA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ LDFന്റെ പ്രചരണത്തിന് ഒന്നുകൂടി വേഗം കൂടി. MP ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ ചില പദ്ധതികളും സ്വാഭാവികമായി കോഴിക്കോടിന് ലഭിച്ച ചില നേട്ടങ്ങളും MPയുടെ അക്കൗണ്ടിൽ പെടുത്താനാവില്ലെന്നും LDF ആരോപണം ഉന്നയിച്ചു വരുന്നതിനിടെയാണ് വീണ് കിട്ടിയ വടിയായി ഒളിക്യാമറ വിവാദം എത്തുന്നത്. കോഴിക്കോട്ടെ UDFന്റെ നടുവൊടിക്കുന്ന സംഭവമായി ഒളിക്യാമറ ദൃശ്യങ്ങൾ മാറി. വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കിയ പ്രിസം പദ്ധതിയിലൂടെ സംസ്ഥാനത്തൊട്ടാകെ ശ്രദ്ധേയനായ MLA എന്ന മേൽക്കൈയും A. പ്രദീപ് കുമാറിന് തുണയായി മാറിയേക്കാം. സർക്കാർ വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റിയെടുത്തതിൽ പ്രദീപിന്റെ കഴിവും കർമ്മശേഷിയും ശ്രദ്ധേയമായ നേട്ടങ്ങളാണ്. ജനതാദളിന്റെയും INLന്റെയും ഇടതുമുന്നണിയിലേക്കുള്ള പ്രവേശനവും പ്രദീപ് കുമാറിന് ഗുണകരമായേക്കാം. വികസന പ്രവർത്തനങ്ങളും M. K. രാഘവനെതിരെ ഉയർന്ന ആരോപണങ്ങളും കൂടിയാകുമ്പോൾ തന്റെ ജയം എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദീപ് കുമാർ. കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധിയിൽ സാധാരണഗതിയിൽ ഒരു പാർലമെൻറ്റ് മണ്ഡല അടിസ്ഥാനത്തിൽ നടക്കേണ്ട ഒരു വികസന പദ്ധതി നടപ്പായില്ല എന്നതാണ്. ഇപ്പോൾ അവകാശവാദം ഒരുപാട് കാര്യങ്ങളാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് 1800 കോടി രൂപയുടെ പദ്ധതി അംഗീകരിച്ച് നടപ്പാക്കിയതാണ്. 1800 പോയിട്ടൊരു 18 കോടി പോലും അവിടെ ഉണ്ടായിട്ടില്ല. അവിടുത്തെ റെയിൽവേ സ്റ്റേഷന്
പ്ലാറ്റ്ഫോമിന് മേൽക്കൂര ഇടാൻ വേണ്ടി 2 കോടി സംസ്ഥാന സർക്കാരാണ് കൊടുത്തത്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വികസിപ്പിക്കുമെന്ന് പറഞ്ഞു. അതിനൊരു പദ്ധതിയും ഉണ്ടായിട്ടില്ല. ഒരു 10 പൈസ ഇന്ന് വരെ അനുവദിച്ചില്ല. ഈ സമയം ഇന്ന് വരെ അനുവദിച്ചതിൻ്റെ വിവരാവകാശം നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടും. അപ്പോൾ തെറ്റായ പ്രചരണങ്ങൾ നടക്കുകയാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവർ പ്രചരിപ്പിച്ചു, നമ്മുടെ ചാലിയത്തെ നിർദ്ദേശത്തിന് 700 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ പ്രചരണം നടത്തിയത്. ഫുട്വെയർ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് രാമനാട്ടുകര 300 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞിട്ടാണ് പ്രചരണം നടത്തിയത്. ഒരു പൈസയും വന്നില്ല. കോഴിക്കോട് നഗരത്തെ ജവഹർലാൽ നെഹ്റു അർബൻ റിന്യൂവൽ മിഷൻ എന്ന കേന്ദ്ര ആവിഷ്കൃത സ്കീമിൽ ഉൾപ്പെടുത്തി അങ്ങനെ വലിയ ആയിരക്കണക്കിന് കോടിയുടെ വികസനം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞ തവണ പ്രചരിപ്പിച്ചു. ഒന്നും വന്നില്ല. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് നമ്മളിവിടുന്ന് നല്ല പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുത്തെങ്കിലും അതിൽ ഉൾപ്പെടുത്താൻ കേന്ദ്രത്തിന് കൊടുത്തെങ്കിലും കോർപ്പറേഷൻ കൊടുത്തെങ്കിലും അതിനെ സഹായിക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അത് പാസ്സായി വന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓരോരോ കാര്യങ്ങളിലുള്ള വസ്തുത. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. ഇന്ത്യയിൽ ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തേണ്ട ഗതികേടിലെത്തിയ ഒരേ ഒരു കേന്ദ്രീയ വിദ്യാലയം ഈസ്റ്റ് ഹിൽ കേന്ദ്രീയ വിദ്യാലയമാണ്. അവിടെ യഥാർത്ഥത്തിൽ 10-20 ക്ലാസ് റൂമുകൾ ഉണ്ടാക്കി കൊടുത്താൽ 2-3 കോടി രൂപ ചിലവഴിച്ചാൽ മതി. അപ്പോൾ അത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗതികേട് ഉണ്ടാകുമായിരുന്നില്ല. തൊട്ടപ്പുറവും ഇപ്പുറമുള്ള സ്കൂളുകളിൽ മികവുറ്റ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യമുള്ള സ്കൂളുകളായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളുടെയൊക്കെ മണ്ഡലത്തിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ച കാരപ്പറമ്പ് സ്കൂളെന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ആദ്യത്തെ ഗ്രീൻ ക്യാമ്പസായി മാറി. എല്ലാ ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂളായി മാറി. അതേസമയം കേന്ദ്രീയ വിദ്യാലയത്തിന് ഈ ദയനീയാവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താ? ഈ വർഷങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു പദ്ധതിയും കൊണ്ടുവരാനായില്ല. 2009 പാർലമെൻറ്റ് ഇലക്ഷന് മുമ്പാണ് ഇംഹാൻസിൻ്റെ ഫണ്ടൊക്കെ പാസ്സായത്. അത് അവകാശവാദമായി പറയുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ നേരിട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ച് അംഗീകാരം വാങ്ങിച്ച പദ്ധതികൾ UDFകാർ അവകാശവാദമായി പറയുന്നതല്ലാതെ അവരുടേതായിട്ട് ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ പരിധി സ്വന്തമായി ആലോചിച്ച് ആവിഷ്കരിച്ചൊരു പദ്ധതിയും സമർപ്പിച്ചില്ല. ശബരിമല വിഷയത്തിൽ കോഴിക്കോട്ടുള്ള വിശ്വാസി സമൂഹത്തിൻ്റെ വോട്ടുകൾ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രകാശ് ബാബുവിനെ BJP കോഴിക്കോട്ടെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത്. വക്കീൽ വേഷത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയുടെ ജൂനിയറാണ് BJP സ്ഥാനാർത്ഥി പ്രകാശ് ബാബു. തൊഴിലിൽ ജൂനിയർ ആണെങ്കിൽ രാഷ്ട്രീയത്തിൽ ശ്രീധരൻപിള്ളയുടെ ശിഷ്യൻ എന്ന പ്രത്യേകതയുമുണ്ട്. ശബരിമല വിഷയത്തിൽ പത്തനംതിട്ടയിൽ ഒട്ടേറെ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ പ്രകാശ് ബാബു അപ്രതീക്ഷിതമായി റിമാൻഡിലായതും വോട്ടാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് BJP. ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളും BJP പ്രചരണായുധമാക്കുന്നു. 2009 838 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ച MK രാഘവൻ 2014 വർദ്ധിച്ച ഭൂരിപക്ഷത്തിനാണ് ഇപ്പോൾ LDF കൺവീനറായ A വിജയരാഘവനെ പരാജയപ്പെടുത്തിയത്. അന്ന് BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച CK പത്മനാഭൻ 1,15,750 വോട്ടുകൾ നേടി.